ജേക്ക് പതിയെ ട്വിങ്കിളുടെ തോളിൽ കൈവച്ച് അവളെ വിളിച്ചു. ക്രിസ്റ്റൽ. ജേക്കിന്റെ ശബ്ദം കേട്ട് ട്വിങ്കിൾ ഞെട്ടി എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കി. അവൾക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ജേക്കാണെന്ന് അവൾക്കുറപ്പായി. ഭയത്തോടെ അവൾ പുറകിലേക്ക് പതിയെ നടന്നു. ഏയ് ക്രിസ്റ്റൽ, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ ഞാൻ നിന്റെ ജേക്കാ. എൻ്റെ അടുത്തേക്ക് വാ പ്ലീസ്. വേണ്ട, എൻ്റെ അടുത്തേക്ക് വരണ്ട, എനിക്ക് കാണണ്ട. ഞാൻ മോശപ്പെട്ടവളാ. വേണ്ട, പോയിക്കോ. അങ്ങനെയൊന്നും പറയാതെ ക്രിസ്റ്റൽ. എനിക്ക് നിന്നെ എന്ത് ഇഷ്ടാണെന്ന് അറിയാമോ? ഇല്ല ഇല്ല, നീ എന്നെയല്ല പ്രണയിച്ചത്, തേയ. ഞാൻ പാപിയ, നിന്നെ പുച്ഛിച്ചവളാ. എന്നെ നിനക്ക് വേണ്ട. അതൊന്നും ഇപ്പോ ചിന്തിക്കണ്ട. ശരിയാ, നീ തേയാണെന്ന് കരുതിയ ഞാൻ നിന്നെ സ്നേഹിച്ചത്. പക്ഷെ ഞാൻ കണ്ടതും മിണ്ടിയതും ഒന്നും തേയല്ല, നിന്നെയാ. ഞാൻ പ്രണയിച്ചത് നിന്നെയാ ക്രിസ്റ്റൽ. വേണ്ട, എന്നെ അങ്ങനെ വിളിക്കണ്ട. എനിക്ക് കേക്കണ്ട. എനിക്ക് ക്രിസ്റ്റൽ. ജേക്ക് അലറിക്കൊണ്ട് ട്വിങ്കിളിന്റെ നേരെ ഓടിച്ചെന്നു. കാല് തെറ്റി കായലിലേക്ക് തെന്നി വീഴാൻ പോയ ട്വിങ്കിളിന്റെ കയ്യിൽ വലിച്ചു പിടിച്ചു അവന്റെ നെഞ്ചോട് ചേർത്ത് അടുപ്പിച്ചു. അപ്പോഴേക്കും ട്വിങ്കിളുടെ ബോധം പോയിരുന്നു. ക്രിസ്റ്റൽ, എടി എഴുന്നേൽക്ക്. എന്തു പറ്റി നിനക്ക്? ജേക്ക് അവളെ കുലുക്കി വിളിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന മിനിയും അലനും അവിടേക്ക് ഓടി വന്നു. അയ്യോ, എന്റെ മോളെ എന്തു പറ്റി? ബോധം പോയത് ആന്റി. അവളെ പെട്ടെന്നെടുത്ത് റൂമിലേക്ക് കൊണ്ടുപോവാം. ആന്റി, റൂം എവിടെയാ? വാ മോനെ, ഇതിലെ. ജേക്ക് ട്വിങ്കിളിനെ വാരിയെടുത്ത് മിനിയുടെ പുറകെ നടന്നു. മിനി പെട്ടെന്ന് ഒരു മുറി തുറന്ന് അകത്തു കയറി. ജേക്ക് പുറകെ ചെന്ന് കട്ടിലിൽ ട്വിങ്കിളിനെ കിടത്തി. മിനി പുറത്തേക്ക് ഓടി ഡോക്ടറിനെ വിളിച്ചുകൊണ്ടുവന്നു. ഡോക്ടർ വന്ന് ട്വിങ്കിളിനെ ചെക്ക് ചെയ്തു. സഡൻ ഷോക്ക് കാരണം വന്നതാ. ഇത്രയും കാലം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച എന്തോന്ന് പുറത്തു വന്നതാ. BP കുറഞ്ഞിട്ടുണ്ട്, പേടിക്കണ്ട. കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, തനിയെ എഴുന്നേൽക്കൂ. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ പോയ ശേഷം മിനി ജേക്കിനെ നോക്കി പറഞ്ഞു. പഴയ ഓർമ്മകൾ വീണ്ടും കടന്നു വന്നുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ പെരുമാറിയത്. പോട്ടെ മോനെ, അത് മനസ്സിൽ വെക്കണ്ട. നിങ്ങളിനി ഇവിടെ നിൽക്കണ്ട, തിരിച്ചു പോയിക്കോ. ഇല്ല ആന്റി, ഞാൻ ഇത്രയും ദൂരം ട്വിങ്കിളിനെ തേടി വന്നത് ഒറ്റയ്ക്ക് തിരിച്ചു പോവാനല്ല, എന്റെ ഒപ്പം ഇവളെയും കൊണ്ടുപോവാനാ, എന്റെ ഭാര്യയായി. മോനെ, നീ എന്തൊക്കെയാ പറയുന്നേ? ഇവളുടെ അവസ്ഥ നീ കണ്ടതല്ലേ? മോന് എന്റെ മോളെക്കാൾ യോഗ്യയായ മറ്റൊരു പെൺകുട്ടിയെ കിട്ടും. വെറുതെ ഇവൾക്ക് വേണ്ടി മോന്റെ ജീവിതം ബലി കഴിക്കണ്ട. ആന്റി ഇനി എന്തു പറഞ്ഞാലും എന്റെ ജീവിതത്തിൽ ഇനി ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ട്വിങ്കിളായിരിക്കും. അതിനി ഒരു മാറ്റവും ഇല്ല. ഇതും പറഞ്ഞ് ജേക്ക് ട്വിങ്കിളിന്റെ അടുത്ത് പോയിരുന്നു. അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചു. ഇത് കണ്ടു നിൽക്കാനല്ലാതെ അലനും മിനിക്കും മറ്റൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അന്ന, അവരെത്തിയെന്നാ തോന്നുന്നേ. മുറ്റത്ത് കാർ വന്നു നിന്നത് കണ്ട് ലിവിംഗ് റൂമിലിരുന്ന ജോർജ് വിളിച്ചു പറഞ്ഞു. കാറിൽ നിന്നും ജീനിയുടെ ഡാഡിയും അമ്മയും പുറത്തിറങ്ങി. ആ, വരണം സെബാസ്റ്റ്യൻ. സുഖായിട്ടിരിക്കുന്നു ജോർജ്. ജോർജ് കയറി വന്ന സെബാസ്റ്റ്യനെ കെട്ടിപ്പിടിച്ചു. ലിസി, എന്തൊക്കെയുണ്ട് വിശേഷം? പ്രത്യേകിച്ച് എന്ത് വിശേഷം അന്ന? മക്കൾ നാട്ടിൽ വന്നില്ലേ, അത് തന്നെ വിശേഷം. അന്ന ലിസിയെ കെട്ടിപ്പിടിച്ചു. എല്ലാവരും അകത്തേക്ക് കയറി. ലിവിംഗ് റൂമിൽ മൈക്കിളും റീനയും ഉണ്ടായിരുന്നു. അവരും സെബാസ്റ്റ്യനെയും ലിസയെയും വീട്ടിലേക്ക് സ്വാഗതം ചെയ്തു. മൈക്കിളച്ചായ, എത്ര കാലായി നിങ്ങളെ കണ്ടിട്ട്.
അവസാനം കാണുന്നത് ജൂണിന്റെയും ജീനിയുടെയും കെട്ടിനാ. എന്തു പറയാനാ സെബാസ്റ്റ്യൻ, കൊറിയയിൽ ഭയങ്കര തിരക്കല്ലേ. ജിമിനാണ് എല്ലാം ഇപ്പോ നോക്കി നടത്തുന്നതെങ്കിലും എന്റെ കണ്ണ് എല്ലാത്തിനും വേണം. അത് ശരിയാ പറഞ്ഞത്. എവിടെ മക്കളെവിടെ? മമ്മി, ഡാഡി. ജീനി അകത്തുനിന്ന് ഓടി വന്ന് ലിസയെയും സെബാസ്റ്റ്യനെയും കെട്ടിപ്പിടിച്ചു. എന്റെ പൊന്നു മോളെ, എത്ര കാലായി നിന്നെ ഞങ്ങള് കണ്ടിട്ട്. മോക്ക് സുഖാണോ? അസ്വസ്ഥതകളൊന്നും ഇല്ലല്ലോ? എനിക്ക് സുഖാ മമ്മി, ഒരു കുഴപ്പവും ഇല്ല. ഡാഡി, മമ്മി, യാത്രയൊക്കെ സുഖായിരുന്നല്ലോ അല്ലേ? സുഖായിരുന്നു ജൂണേ. ജീനി സിയോളി വെച്ച് വിവരം വിളിച്ചു പറഞ്ഞപ്പോ അങ്ങോട്ട് വരാതിരിക്കുവായിരുന്നു ഞങ്ങൾ. അപ്പോഴാ മോള് പറഞ്ഞേ നിങ്ങള് നാട്ടിലേക്ക് തിരിച്ചു വരികയാണെന്ന്. അതാ പിന്നെ നിങ്ങൾ വരുന്നത് വരെ കാത്തിരുന്നത്. മമ്മി, നെക്സ്റ്റ് വീക്ക് ഇവിടത്തെ ഒഫീഷ്യൽ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞ് ഞാൻ കുറച്ച് ദിവസം വീട്ടിലേക്ക് വരുന്നുണ്ട്. നിനക്ക് എപ്പോ വേണമെങ്കിലും വീട്ടിലേക്ക് വരാലോ. ജൂണിനെ പോലെ ഒരു മരുമകനെ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യം. പൊന്നു പോലെയല്ലേ നിന്നെ നോക്കുന്നേ. അതിനെന്താ സംശയം, നമ്മുടെ മോളുടെ മുഖത്തെ സന്തോഷം തന്നെ ധാരാളം. ക്ലാര ചേട്ടത്തി, ഫുഡ് റെഡിയായോ? ഒരു 5 മിനിറ്റ് മോളെ, ഇപ്പൊ എല്ലാം ഡൈനിങ് ടേബിളിലേക്ക് എടുത്തു വെക്കാം. നിങ്ങ വരുന്നത് പ്രമാണിച്ച് ഇവിടെ സദ്യ ഒരുക്കലായിരുന്നു. അത്രയ്ക്കൊന്നുമില്ല, ഒത്തിരി കാലായില്ലേ നിങ്ങൾ ഇവിടെ വന്നിട്ട്, അതുകൊണ്ട് ഒട്ടും കുറയ്ക്കണ്ടായിരുന്നു കരുതി. എന്തായാലും നിങ്ങൾ തരുന്ന ഭക്ഷണം കഴിച്ചിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ അല്ലേടി? അതെ അതെ. റീന ചേച്ചി, മക്കള് വന്നിട്ടില്ലേ? അവരെവിടെ? ഇവിടെ തന്നെ ഉണ്ട്, വിളിക്കാം. ജെയ്മി, നീ എവിടെയാ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട് മമ്മി. ദേ ഇവനെ ഒന്ന് കുളിപ്പിച്ചെടുക്കുമായിരുന്നു. ജെയ്മി അപ്പോൾ അവിടേക്ക് ജെറിയുമായി വന്നു. ഈശോയെ, ജെറിയാണോ ഇത്? മോ ഒരുപാട് വളർന്നല്ലോ. മോനെ ഇങ്ങോട്ട് വന്നേ. ഞങ്ങളെ മനസ്സിലായോ? അവൻ എങ്ങനെ മനസ്സിലാക്കാനാ, ആദ്യമായിട്ടല്ലേ നമ്മളെ കാണുന്നേ. മോനെ, ഞങ്ങള് ജീനി ആന്റിയുടെ മമ്മിയും ഡാഡിയുമാ. ദാ മോന് ചോക്ലേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. സെബാസ്റ്റ്യൻ ജെറിക്ക് നേരെ ചോക്ലേറ്റ്സ് നീട്ടിക്കൊണ്ട് പറഞ്ഞു. താങ്ക് യു. ജെറി ചോക്ലേറ്റ്സ് വാങ്ങി ജെയ്മിയുടെ അടുത്ത് പോയി നിന്നു. അവന് ആദ്യമായിട്ട് പുതിയ ആൾക്കാരെ കാണുമ്പോ ഒരു ചെറിയ നാണം ഉള്ളതാ, പ്രത്യേകിച്ച് അവന്റെ പപ്പയും മമ്മിയും അടുത്തില്ലെങ്കിൽ. എവിടെ ജിമിനും ഭാര്യയും? കല്യാണത്തിന് ഞങ്ങൾക്ക് വരാൻ സാധിച്ചില്ല. ഇവൾക്ക് വയ്യാതെ കിടക്കുമായിരുന്നല്ലോ. അവരെ വിളിക്ക്, ഞങ്ങളൊന്ന് കാണട്ടെ. കുറച്ചു മുൻപ് വരെ ഇവിടെ ഉണ്ടായിരുന്നതാ. ഞാനൊന്ന് ചെന്ന് വിളിച്ചിട്ട് വരാം. നിങ്ങൾ സംസാരിച്ചിരിക്കേ. മതി മതി, നിർത്തിക്കേ. ഒരവസരം കിട്ടുമ്പോ മുതലെടുക്കുവാണല്ലേ. നിന്നെ സ്നേഹിക്കാൻ എനിക്ക് സമയം കാലമോ ഒന്നും നോക്കാൻ പറ്റില്ല. എന്ന് വെച്ച് ഇതിപ്പോ ഉച്ചയായി. ജീനി ചേച്ചിയുടെ പാരന്റ്സ് ഒക്കെ വരുന്ന ദിവസല്ലേ. നമ്മളെ താഴെ കണ്ടില്ലെങ്കിൽ അന്വേഷിക്കില്ലേ? അന്വേഷിക്കുമ്പോ വരട്ടെ, അപ്പൊ നോക്കാം. എടാ ജിമിനെ, തേയ നിന്റെ കൂടെയുണ്ടോ? നിങ്ങൾ അകത്ത് എന്തെടുക്കുവാ? വേഗം താഴെ ഇറങ്ങി വന്നേ. ജീനിയുടെ പാരന്റ്സ് വന്നിട്ടുണ്ട്. നിങ്ങളെ കുറെ നേരമായി അന്വേഷിക്കുന്നു. ഇപ്പൊ സമാധാനായാലോ? ദേ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. ഈ മമ്മിക്ക് വരാൻ കണ്ടൊരു സമയം. നീ സന്തോഷിക്കണ്ട, നിനക്കുള്ളത് ഞാൻ രാത്രി തരാം. അയ്യടാ, അങ്ങോട്ട് മാറിക്കേ. ഡാ ജിമിനെ. ദേ വരുന്നു മമ്മി. മമ്മി പൊക്കോ, ഞങ്ങള് വന്നേക്കാം. ഒരുപാട് താമസിക്കാതെ വേഗം വാ. നീ പതുക്കെ ഡ്രസ് ചെയ്തിട്ട് വന്നാ മതി. ഞാൻ അങ്ങോട്ട് ആദ്യം പോവാം. ശരി. ജിമിൻ വേഗം തന്നെ ഡ്രസ് ചെയ്ത് മുടി ഒതുക്കി റൂമിൽ നിന്നും പുറത്തുപോയി.
താഴെ ചെല്ലുമ്പോൾ എല്ലാവരും ലിവിംഗ് റൂമിൽ ഇരിക്കുകയായിരുന്നു. അങ്കിൾ, ആന്റി, എന്തൊക്കെയുണ്ട് വിശേഷം? ആഹാ, നീ വന്നോ? സുഖായിട്ടിരിക്കുന്നടാ. നമുക്കൊക്കെ എന്ത് വിശേഷം? അങ്ങനെയൊക്കെ പോകുന്നു. വിശേഷമെല്ലാം ഇവിടെയല്ലേ? എവിടെ? ഭാര്യയെ കണ്ടില്ലല്ലോ. അവളിപ്പോ വരും. അവൾക്ക് കുറച്ചു നേരം നല്ല നടുവേദന, കിടക്കുവായിരുന്നു. എന്നിട്ട് നീ അവളെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് ഇവിടെ വന്ന് നിൽക്കുവാണോ? അവള് വന്നോളും മമ്മി. ഇപ്പൊ കുറച്ച് കുറവുണ്ടെന്നാ പറഞ്ഞേ. മമ്മിയെ, ചേച്ചിക്ക് നടുവേദനയാണോ അതോ കാലുവേദനയാണോ? അതെന്താടി നീ അങ്ങനെ പറഞ്ഞേ? ദേ നോക്കിക്കേ, ചേച്ചി ഞൊണ്ടി നടന്നു വരുന്നു. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. ജെയ്മി പറഞ്ഞത് കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. അപ്പോ തേയ പതിയെ നടന്നു വരുന്നത് കണ്ടു. ദൈവമേ, സീനായിന്ന് തോന്നുന്നു. ഇവിടെ പന പോലെ നിന്ന ശരിയാവില്ല. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. ജിമിൻ ഒട്ടും താമസിക്കാതെ ഓടി തേയുടെ അടുത്ത് ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു. അയ്യോ തേയ, നിനക്ക് നടുവേദന കുറവുണ്ടെന്നല്ലേ പറഞ്ഞേ? പിന്നെ ഇതെന്തു പറ്റി? വയ്യായിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് വരായിരുന്നല്ലോ. അത് ശരി, ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എടി പ്ലീസ് പ്ലീസ് പ്ലീസ്, ഒന്നും പറയല്ലേ. ഞാൻ വൈകിട്ട് നിന്റെ കാല് തിരുമ്മിത്തരാം. എന്റെ ചക്കരയല്ലേ. ഞാൻ ആലോചിക്കാം. എന്താ രണ്ടുപേരും മാറി നിന്ന് സ്വകാര്യം പറയുന്നേ? എന്തു പറ്റി ചേച്ചി? കാലാണോ വേദനിക്കുന്നേ? അത് പിന്നെ എനിക്ക് നടുവേദന ആയിരുന്നു. ഞാൻ പതിയെ നടന്നു വന്നപ്പോ കാലൊന്ന് സ്റ്റെപ്പിന്റെ സൈഡിൽ തട്ടി. അതാ, വേറെ പ്രശ്നമൊന്നുമില്ല. തേയ, ഇതാണ് എന്റെ ഡാഡിയും മമ്മിയും. ഹലോ അങ്കിൾ, ഹലോ ആന്റി. കാണാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. ഞങ്ങൾക്കും മോളെ കാണാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. റീന, നല്ല ഐശ്വര്യമുള്ള മോളെയാണല്ലോ ജിമിന്റെ ഭാര്യയെ കിട്ടിയത്. ഞാനും അത് പറയാൻ വരികയായിരുന്നു. ജിമിന് നല്ല പോലെ ചേരുന്ന കുട്ടിയാ. മോളുടെ മുഖത്ത് തന്നെ ഒരു ചൈതന്യമുണ്ട്. സത്യം പറയാലോ, തേയ ഞങ്ങളുടെ വീട്ടിൽ വന്നതിന് ശേഷമാ നഷ്ടപ്പെട്ടു പോയ സുഖവും സന്തോഷവും സമാധാനവും ഞങ്ങൾക്ക് തിരികെ കിട്ടിയേ. ദൈവം അനുഗ്രഹിക്കട്ടെ മക്കളെ. താങ്ക് യു ആന്റി. കുറെ നേരം ഞാൻ നോക്കുന്നു. ജയ്ക്ക് എവിടെ? സാധാരണ ഇവിടെ ഉണ്ടാകേണ്ടതാണല്ലോ. അവൻ അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോയിരിക്കുക. വൈകിയേ തിരിച്ചു വരൂ. ഞങ്ങള് വരുന്ന കാര്യം അവൻ അറിഞ്ഞില്ലേ? അതെല്ലാം അറിഞ്ഞു. പിന്നെ നേരത്തെ എന്തോ കമ്മിറ്റ് ചെയ്ത കാര്യ മാറ്റിവെക്കാൻ പറ്റില്ല. അതെ, ഫുഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വന്നാട്ടെ. ഇനി കഴിച്ചിട്ടാവാം ബാക്കി സംസാരം. ക്ലാര വിളിക്കുന്നത് കേട്ട് എല്ലാവരും ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് പോയി. വിഭവസമൃദ്ധമായ ഊണായിരുന്നു ഒരുക്കിയിരുന്നത്. എല്ലാവരും ഒരുമിച്ച് ഊണ് കഴിക്കാൻ ആരംഭിച്ചു. വൈകുന്നേരമായപ്പോഴാണ് ട്വിങ്കിളിന് ബോധം വരുന്നത്. കണ്ണു തുറന്ന് ചുറ്റും നോക്കിയപ്പോൾ തൻ്റെ അടുത്ത് ജേക്ക് ഇരിക്കുന്നതായി അവൾ കണ്ടു. ജേക്ക് അവളുടെ കൈ മുറുകെ പിടിച്ചിട്ടുണ്ട്. പഴയ പല കാര്യങ്ങളും ആലോചിച്ച് അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി. മനസ്സിൽ കുറ്റബോധത്തിൻ്റെ തിരമാലകൾ അലയടിച്ചു. ജേക്കിൻ്റെ വാക്കുകൾ അവളുടെ ഉള്ളിൽ മുഴുകിക്കൊണ്ടിരുന്നു. ട്വിങ്കിൾ കരയുന്ന ശബ്ദം കേട്ടാണ് ജേക്ക് മയക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നത്. യാത്രാക്ഷീണവും പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളും അവനെ മയക്കത്തിലേക്ക് നയിച്ചു. എപ്പോഴോ അവൻ ഉറങ്ങിപ്പോയി. ജേക്ക് ട്വിങ്കിളിന് ബോധം വന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അവളുടെ നെറുകയിൽ തലോടി. ക്രിസ്റ്റൽ, ഏയ് കരയാതെ, വിഷമിക്കണ്ട, ഞാനില്ലേ. ജേക്ക് തന്നോട് സംസാരിക്കുന്നത് കേട്ട ട്വിങ്കിൾ അവനെ നോക്കാതെ മുഖം തിരിച്ച് കരഞ്ഞു. പ്ലീസ് പ്ലീസ് ജേക്ക്, നീ ഇവിടെ നിന്ന് പോ. എനിക്ക് നിന്നെ കാണണ്ട. ഇല്ല, ഞാൻ പോവില്ല. ഞാൻ വന്നത് നിന്നെ കാണാനാ, നിന്നോട് സംസാരിക്കാനാ. ഞാൻ നീ വിചാരിക്കുന്നത് പോലെ ഒരു പെണ്ണല്ല ജേക്ക്. ഞാൻ കാരണം നിന്റെ തേയുടെയും ജീവിതം. ഞാൻ കാരണല്ലേ അന്ന് കോളേജിൽ വെച്ച് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അതെല്ലാം കഴിഞ്ഞ കാര്യല്ലേ, അതിനെ പറ്റി ആലോചിക്കണ്ട.
എങ്ങനെ എങ്ങനെ ആലോചിക്കാതിരിക്കും? അത്രമാത്രം വലിയ ദ്രോഹല്ലേ ഞാൻ നിന്നോട് ചെയ്തത്. മുഖം തിരിച്ചു വെച്ച ട്വിങ്കിളുടെ മുഖം പിടിച്ച് ജേക്ക് അവന്റെ നേരെ തിരിച്ചു. അവളുടെ കണ്ണിൽ നിന്നും ഒഴുകി വന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് അവളോട് പറഞ്ഞു, ക്രിസ്റ്റൽ, നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഞാനും തേൻ തമ്മിലുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറി. ജേക്ക് പറഞ്ഞത് കേട്ട് ട്വിങ്കിൾ കണ്ണു തുറന്ന് അവനെ നോക്കി. എന്താ അത്? എങ്ങനെ? ഞാൻ പറയാം. ജേക്ക് തേയെ 10 വർഷങ്ങൾക്കു ശേഷം കണ്ട കാര്യവും അത് കഴിഞ്ഞുണ്ടായ പ്രശ്നങ്ങളും പിന്നീട് ട്വിങ്കിളിനെ പറ്റി മനസ്സിലാക്കിയതും എല്ലാം അവളോട് വിവരിച്ചു പറഞ്ഞു. ട്വിങ്കിളിന് അതെല്ലാം കേട്ട് പൊട്ടിക്കരയാൻ മാത്രമേ സാധിച്ചുള്ളൂ. എന്റെ ദൈവമേ, ഇത്രയേറെ പ്രശ്നങ്ങൾ ഞാനോ ഒരാ കാരണം സംഭവിച്ചില്ലേ? അതെ, സംഭവിച്ചു. ശരിയാ. പക്ഷെ നിന്നെ മാത്രം ഇത് കുറ്റക്കാരിയാക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ ഞാൻ നേരിട്ട് ഇതിലൊരു സ്റ്റാൻഡ് എടുത്ത് തേയോട് സംസാരിച്ചിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഇതിലൊരു തീരുമാനമായേനെ. പക്ഷേ എന്നെ കൊണ്ട് അതിന് കഴിഞ്ഞില്ല. അതിന് കാരണം നമ്മൾ തമ്മിലുള്ള സ്നേഹമാ. ട്വിങ്കിളിന് ജേക്കിന്റെ വാക്കുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ജേക്ക്, നീ എന്തൊക്കെ പറയുന്നേ? സത്യം. ഒരു കണക്കിന് പറഞ്ഞ ഞാൻ പ്രതീക്ഷയോടെ കാത്തിരുന്നത് നിന്റെ കോൾസിന് വേണ്ടിയായിരുന്നു. നേരിട്ട് കണ്ട് സംസാരിക്കാൻ സാധിക്കാത്തത് ഒരിക്കൽ പോലും എനിക്ക് പരിഭവം ഉണ്ടായിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ജേക്ക്, ഞാൻ ഒരിക്കലും നിന്നെ ചതിക്കണമെന്ന് കരുതിയല്ല നിന്നെ സ്നേഹിച്ചത്. എനിക്ക് നിന്നോടുള്ള പ്രണയം ചെറിയ പ്രായത്തിൽ തുടങ്ങിയതാ. നീ എന്തായി പറയുന്ന ക്രിസ്റ്റൽ? ചെറിയ പ്രായത്തിലോ? അതെ ജേക്ക്, ഞാൻ നീ പഠിച്ച അതേ സ്കൂളിലാ +1 +2 പഠിച്ചത്. ഞാൻ സയൻസും നീ കൊമേഴ്സും. എന്നെ ഒരിക്കൽ പോലും നീ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ നിന്നെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. എപ്പോ? എങ്ങനെ? നിന്നോടുള്ള എന്റെ പ്രണയം തുടങ്ങുന്നത് സ്കൂൾ സമയത്താ. മഴയുള്ള ഒരു വൈകുന്നേരം സ്കൂൾ വരാതെ ഞാൻ ബസ്സിന് ലേറ്റ് ആയപ്പോ ഓടുന്ന സമയം കുറച്ച് പയ്യന്മാർ സീനിയേഴ്സ് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോ അവിടെ എന്റെ രക്ഷകനായി വന്നത് നീയാണ് ജേക്ക്. ട്വിങ്കിൾ പറഞ്ഞത് കേട്ട് ജേക്ക് പഴയ കാലത്തിലേക്ക് തന്റെ ഓർമ്മകളെ ഓടിച്ചു നോക്കി. പെട്ടെന്ന് അവന് ആ സംഭവം ഓർമ്മ വന്നു. ഏയ്, ആരാ നിങ്ങൾ? എന്താ വേണ്ടത്? ഞങ്ങൾക്ക് വേണ്ടത് നിന്നെയാ. എക്സ്ക്യൂസ് മീ, എനിക്ക് ബസ്സിന് പോവേണ്ടതാ. നിങ്ങൾ വെറുതെ ഓരോന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കരുത്. ചിലക്കാതിരിക്കടി. നീ കാരണം ഞങ്ങള് പ്രിൻസിപ്പാളിന്റെയും ബാക്കിയുള്ള എല്ലാവരുടെയും മുമ്പ് നാണം കിട്ടു. നീ ഞങ്ങൾക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കുവല്ലേ? നിന്റെ ഫ്രണ്ടില്ലേ ആ സിയ, അവളെ ഞങ്ങള് ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്തപ്പോ അത് റാഗിങ് ആണെന്ന് പറഞ്ഞ് നീയല്ലേ സാറിന്റെ അടുത്ത് പോയി കംപ്ലൈന്റ് ചെയ്തത്? നീ ആരാണെന്ന് തപ്പി നടക്കുവായിരുന്നു. നീ ഞങ്ങളെ റാഗ് എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യുവല്ലേ? റാഗിങ് എന്താണെന്ന് ഞങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി. ഇതും പറഞ്ഞ് അവർ ട്വിങ്കിളിനെ പിടിച്ചു വലിച്ച് ഒഴിഞ്ഞ ഒരു ക്ലാസ് മുറിയിലേക്ക് തള്ളിയിട്ടു. വലിച്ചിട്ട ശക്തിയിൽ ട്വിങ്കിൾ നിരങ്ങി ബെഞ്ചിന്റെയും ഡെസ്കിന്റെയും ഇടയിലേക്ക് വീണു. ദാ, അവളുടെ 2 കൈയും പിടിച്ചു വെക്കി. അവളൊന്ന് അനങ്ങാൻ പോലും പാടില്ല.
അവൻ പറഞ്ഞതനുസരിച്ച് അവർ രണ്ടുപേരും ട്വിങ്കിളുടെ രണ്ട് കൈയും പിടിച്ചു വെച്ചു. ഏയ് എന്നെ വിട്. ദാ, നീ ചെയ്യുന്നത് ശരിയല്ല. എന്നെ വിടടാ. ഞങ്ങളങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യും. ഇവിടെ നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല. ഡാ, എന്താണ് ഇവിടെ കാണിക്കുന്നേ? മൂന്ന് പേരും ശബ്ദം കേട്ട ഇടത്തേക്ക് നോക്കി. അവിടെ ജേക്കും വേറെ 2-3 കുട്ടികളും നിൽപ്പുണ്ടായിരുന്നു. ചെക്ക, നീ ഇതിൽ ഇടപെടണ്ട, വിട്ടോ. ഒരു പെണ്ണിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നോടാ. നിന്റെ അഹങ്കാരം ഇന്ന് തീർത്തു തരാങ്ങടാ. ഇതും പറഞ്ഞ് ജേക്ക് അവൻ്റെ നേരെ ചാടി അവനെ അടിച്ചു വീഴ്ത്തി. ഇത് കണ്ട മറ്റു 2 പേർ ട്വിങ്കിളിൻ്റെ കൈയുടെ പിടിവിട്ട് ജേക്കിന് നേരെ ചെന്നു. ഈ സമയം പുറത്തു നിന്ന 2 കുട്ടികൾ ട്വിങ്കിളിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. എടി, നീ ഓക്കെ അല്ലേ? നിനക്കൊന്നും പറ്റിയില്ലല്ലോ? കൃത്യസമയത്ത് നിങ്ങൾ വന്നതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. ആരാ അത്? നിങ്ങളെങ്ങനെ എന്നെ കണ്ടുപിടിച്ചേ? സീനിയേഴ്സ് നിനക്കിട്ട് പണി തരാൻ നടക്കുന്നു എന്നൊരു ന്യൂസ് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. നിന്നെ ടെൻഷൻ അടിപ്പിക്കണ്ട എന്ന് കരുതി പറയാതിരുന്നതാ. ഇത്രയും സമയമായിട്ടും നിന്നെ കാണാതിരുന്നപ്പോ എന്തോ പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. നിന്നെ തേടി നടന്നപ്പോഴാ ജേക്കിനെ കണ്ടേ. അവനാണല്ലോ ഇപ്പോഴത്തെ ഹെഡ് ബോയ്. കണ്ട ഉടനെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഫ്രണ്ടിനെ കാണാനില്ലെന്ന്. ഭാഗ്യത്തിന് അവൻ കൂടെ വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഓരോ ഫ്ലോറും നിന്നെ തെരഞ്ഞപ്പോഴാ ഇവിടുന്ന് ശബ്ദം കേട്ടത്. അവർ പറയുന്നത് കേട്ട് ട്വിങ്കിൾ ജേക്കിനെ നോക്കി. ആ ചെറുക്കന്മാരുടെ അവസ്ഥ മോശമാകുന്ന രീതിയിലുള്ള അടിയാണ് അവൻ കൊടുത്തതെന്ന് അവൾക്ക് മനസ്സിലായി. നമുക്കുടനെ പ്രിൻസിപ്പാളിനെ വിവരം അറിയിക്കണം. വാ. ട്വിങ്കിളും 2 കുട്ടികളും ഉടനെ ചെന്ന് പ്രിൻസിപ്പാളിനെ വിവരം അറിയിച്ചു. കാര്യങ്ങൾ പ്രിൻസിപ്പാൾ ഡീല് ചെയ്തോളാം എന്ന് പറഞ്ഞ് ട്വിങ്കിളിനെയും ബാക്കിയുള്ളവരെയും പറഞ്ഞു വിട്ടു. അന്നെന്റെ മനസ്സിൽ കയറിക്കൂടിയ മുഖമാ ജയിക്ക് നിന്റേത്. എന്റെ ഹീറോ ആയിരുന്നു നീ. ആ പെൺകുട്ടി നീയായിരുന്നു അല്ലേ? ഞാൻ ഒരിക്കലും ഇങ്ങനൊരു പാസ്റ്റ് നമ്മൾ തമ്മിൽ ഉണ്ടായിരിക്കുമെന്ന് കരുതിയില്ല. എന്നിട്ട് ഒരിക്കൽ പോലും നീ എന്നോട് ഈ ഇഷ്ടം തുറന്നു പറഞ്ഞില്ല. എന്തോ അറിയില്ല, ഞാൻ പൊതുവെ അങ്ങനെ എല്ലാവരോടും പെട്ടെന്ന് പോയി മിണ്ടുന്ന ഒരാളല്ല. പക്ഷേ ഞാൻ നിന്നോടുള്ള എന്റെ സ്നേഹം ചെറിയ ചെറിയ സമ്മാനങ്ങളായി നിന്നെ അറിയിക്കാൻ ശ്രമിച്ചിരുന്നു. സോ നീ പറഞ്ഞു വരുന്നത് സ്കൂളിൽ ഇന്റർവെൽ കഴിഞ്ഞു വരുമ്പോ എന്റെ ബാഗിൽ കാണുന്ന ചോക്ലേറ്റ്സ് നീ വെക്കുന്നതായിരുന്നോ? അതെ, അത് ഞാനായിരുന്നു. നിനക്കറിയോ അതാരാണെന്ന് അറിയാൻ ഞാൻ എന്തുമാത്രം ശ്രമിച്ചെന്ന്? പതിയെ പതിയെ ഞാൻ ആ ഒളിച്ചുപാത്തുള്ള നിന്റെ ഗിഫ്റ്റ് ആസ്വദിക്കാൻ തുടങ്ങിയിരുന്നു. പിന്നെ സ്കൂള് കഴിഞ്ഞപ്പോ ഒരു ശൂന്യതയായിരുന്നു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു ജേക്ക്. അതുകൊണ്ട് നീ ചേർന്ന അതേ കോളേജിൽ തന്നെ ഞാനും അഡ്മിഷൻ എടുത്തത്. അപ്പോഴാ ഞാൻ അറിയുന്നേ തേയും അവിടെ തന്നെ അഡ്മിഷൻ എടുത്തതെന്ന്. മമ്മി അതുകൊണ്ടാ എന്നെ തേടെ കൂടെ ഒരു PG-യിൽ നിർത്തിയത്. കോളേജിൽ പഠിക്കുമ്പോ നിനക്ക് തേയ ഇഷ്ടാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ ശരിക്കും തകർന്നു പോയി. അപ്പോഴാ എനിക്ക് നീ തേയ്ക്ക് അയച്ച ലെറ്റർ കിട്ടുന്നത്. ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാമെങ്കിലും നിന്നെ നഷ്ടപ്പെടുമോ എന്ന പേടി കാരണം ഞാൻ തേയായി നിന്റെ മുന്നിൽ അഭിനയിച്ചു. പതിയെ പതിയെ ഞാൻ നിന്റെ ഒപ്പമുള്ള ഓരോ നിമിഷവും ആസ്വദിച്ചു. അവസാനം നീ എന്നെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞപ്പോ എല്ലാം അവസാനിപ്പിച്ച് അന്ന് നിന്നോട് സത്യം പറയാൻ വേണ്ടി വന്നതാ ഞാൻ. പക്ഷേ ട്വിങ്കിൾ കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ഒന്ന് വിറച്ചു. അവളുടെ കൈ മുറുകെ പിടിച്ചിരുന്ന ജേക്കിന് അത് മനസ്സിലായി. അവൻ മുഖം കുനിച്ചുകൊണ്ട് പറഞ്ഞു, ഐ എം സോറി ക്രിസ്റ്റൽ. അന്ന് ഞാൻ മദ്യപിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എനിക്കറിയാം ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു.
ഞാൻ ശരിക്കും പേടിച്ചു പോയി. ആ സമയം എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റിയില്ല. രാവിലെ എഴുന്നേക്കുമ്പോ ഒന്നും പറയാതെ അവിടെ നിന്നും പോയത് ശരിക്കും എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നിയിട്ടാ. ഏയ്, അങ്ങനൊന്നും പറയാതെ ക്രിസ്റ്റൽ. സംഭവിച്ചതെല്ലാം ഒരു കാരണത്തിനാണ്. അത് നമ്മൾ തമ്മിൽ ഒന്നിക്കാനാ. ചെയ്ത തെറ്റിനെ പറ്റിയുള്ള കുറ്റബോധം, എന്നോട് തന്നെ തോന്നിയ വെറുപ്പ്, അത് എന്നെ കാർന്നു തിന്നുകൊണ്ടിരുന്നു. മമ്മിയോട് പോലും ഒന്നും തുറന്നു പറയാൻ എനിക്ക് സാധിച്ചില്ല. എല്ലാം അവസാനിപ്പിക്കാമെന്ന് കരുതിയ ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത്. പക്ഷെ അവിടെയും വിധി എന്നെ തോൽപ്പിച്ചു. അവസാനം അത് ഭ്രാന്തായി ഞാൻ ഇവിടെ എത്തി. നിനക്കൊരു കുഴപ്പമില്ല ക്രിസ്റ്റൽ. ഇത് നമുക്ക് കിട്ടിയ ഒരവസരാണ്. ഇപ്പോ നമ്മൾ തമ്മിലുള്ള എല്ലാ പ്രശ്നവും സോൾവ് ആയില്ലേ? നിനക്കിനി ഒന്നും സംഭവിക്കില്ല. ഇനിയുള്ള കാലം ഞാനുണ്ടാവും നിന്റെ കൂടെ.